ഗ്ലാസ് തുറന്ന് വെളിയിലേക്ക് ആളിയാ സ്വർഗം ആളിയാ മയിലിന്റെ കല്യാണത്തിന് പോകണ്ടായിരുന്നു. ഇവിടെയൊക്കെ വന്ന് രാവിലെ ഒരു ഫോട്ടോ എടുക്കാൻ മുളങ്ങാനുള്ളായിരുന്നു. പൊന്നാളയാ ഇതിനപ്പുറം ആ ചുരത്തിന് ഏറ്റവും മുകളിലൂടെ പോണ വണ്ടിയില്ലേ അത് താഴെ നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ കേരളം തന്നെയാണ് സത്യമായിട്ട് സൈബർ ഷോട്ടിന്റെ ഒരു ക്യാമറ ഇച്ചിരി ഒന്ന് സ്ലോ ഇച്ചിരി ഫ്രണ്ടോട്ട് കാണാൻ പറ്റില്ല. അറിയാലോ അവിടെ ഇറങ്ങിയ സ്റ്റൈലായിട്ട് കുളിക്കുക കളിയാ സ്മോക്ക് കളിയാ. അതെ ലോക്കൽ കാട്ടുവാ. ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇല്ലാതെ വണ്ടി റാസി ഇപ്പൊ കയറി പാട്ടൊക്കെ ഇടണം. സൗണ്ട് കൂട്ടുണ്ട് അതറിയാം ഹൈറേഞ്ച് സൗണ്ട് ഉണ്ട് വണ്ടിയിൽ നിന്ന് അറിയില്ല. കേട്ടില്ല ഇവ രണ്ടുപേരെ പണ്ടെടുത്തിരിക്കുകയായിരുന്നു തീർന്നില്ലേ? ഇത്രയും വിശാല സുന്ദരമായ കാഴ്ച ഇവിടെയൊക്കെ മഴയത്ത് സ്റ്റൈലാണ് കാട്ടിൽ ഇന്നും. പോരാട്ടാ 300 കൈ കാടാം പോരല്ലേ പെട്ടെന്ന് താഴെ എത്തിയല്ലേ തിരിച്ചിറങ്ങാൻ കുട്ടിയാ താഴെ മുകളിലേക്ക് കുട്ടി ഇങ്ങനെ ഇരിക്കുക
എല്ലാം പെട്ടു എണ്ണടിക്കാൻ പറ്റില്ല എന്നില്ല. മൂന്നാർ കയറിയപ്പോഴേ അവിടെ ഹർത്താല് മുകളിൽ നിന്നപ്പോഴേ തിരിച്ചിറങ്ങാൻ വയ്യ. ഹൈറേഞ്ചിനെ മുകളിൽ 6 മണിയൊക്കെ കാത്തു കിടക്കും. അതിന്റെ മുകളിൽ ചെല്ലണം. സത്യം പറഞ്ഞാൽ കൊടൈക്കനാൽ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വഴിയൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. ഒന്നും ഞാൻ കിടന്നുറങ്ങും. പക്ഷെ ആ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ. ഇന്നിങ്ങോട്ട് വന്നതിൽ ആകെ കുറച്ചേ ഉള്ളൂ. ഓടിയാ നമ്മൾ അഹങ്കാരം പിടിച്ചിട്ടുണ്ടാകും. അവന്റെ പറയാൻ നമ്മൾ വരും. കണ്ണു മറയാലോ. മുകളിൽ വരെ എത്തണോടാ. മുകളിൽ വരെ എത്തണം. സ്ഥലങ്ങളെ കണ്ടുപിടിച്ച് ഇതല്ലടാ, നീ വയനാട് കണ്ടുപിടിച്ചാ. നീ വയനാട്ടിൽ വാ ചെറുക്കാൻ. അതെല്ലാം അങ്ങനെ കൊന്നു കളഞ്ഞത് അറിയോ? വയനാട് വഴി കണ്ടെടുത്തില്ലേ, അവൻ അപ്പോഴേ കൊന്നു കളഞ്ഞു. സായിപ്പന്മാർക്ക് പേരെടുക്കാൻ. സായിപ്പന്മാർക്ക് പേരെടുക്കാൻ വേണ്ടി ഒരു മൂപ്പ, അതൊരു ആദിവാസിയാണ്. അവരെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും ബ്രിട്ടീഷുകാർക്ക് പറ്റുന്നില്ല കണ്ടെത്താൻ, വഴി മുകളിലെത്തിക്കാൻ. അങ്ങനെ ലാസ്റ്റ് അവിടെ വഴി മൊത്തം അറിയുന്ന ഒരു ബ്രിട്ടീഷ് അല്ല ഒരു ആദിവാസി വന്ന് വഴി കാണിച്ചു കൊടുക്കും. എല്ലാം ക്ലിയർ ആയി തീർന്ന പറഞ്ഞത് അവൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ചങ്ങലയിട്ട്. അവൻ്റെ പ്രേതമാണെന്ന് പറഞ്ഞു. പിന്നെ അതിലൊരു വണ്ടി പോകില്ല, അങ്ങനെ ചങ്ങല കിട്ടുന്ന വെച്ചാൽ വണ്ടിയിലൊക്കെ പോയി തുടങ്ങിയെന്നൊക്കെ പറയാം. കേട്ടില്ല, സൗണ്ട് പറയാം. ആ പോകാൻ പറയാം. അവൻ്റെ തിരിച്ചു പോകാൻ പറയാം. ആയിരം തീരത്തില്ല. ഹലോ, ഞാൻ പാലക്കാട്. ഹോസ്പിറ്റലിൽ കേട്ടില്ല. എന്താ നിന്റെ അളി ഇപ്പൊ വിളിച്ചല്ലേ ഉള്ളൂ. അത് മിണ്ടാതെ കയറി കിടന്ന് കാണും. അങ്ങനെ കുഴപ്പമില്ല. കുറച്ച് ദിവസം വേറെ തന്നെ വേറെ തന്നെ. അപ്പൊ 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുമ്പോഴത്തേക്ക് ഇല്ലെന്ന് പറയും. തിരിച്ചു പോവാം. എവിടെയെങ്കിലും വണ്ടി തിരിക്കാനുള്ള സ്ഥലം നോക്കും.
ഇവിടെ